ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു സീക്രട്ടാണ് ഷെയർ ചെയ്യുന്നത്. അതായത് ഞാൻ ട്രൈ ചെയ്തു സക്സസ് ആയ ഒരു സീക്രട്ട്. ഒട്ടുമിക്ക ആളുകളും നേരിടുന്ന ഒരു പ്രധാന പ്രോബ്ലമാണ് ഹെയർ ഫോൾ ഉണ്ടാവുന്നതിന് കുറേ കാരണങ്ങളുണ്ട്. ചിലവർക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ ഹെയർ ഫോൾ ഉണ്ടാവും, ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ ഹെയർ ഫോൾ ഉണ്ടാവാം, പിന്നെ വൈറ്റമിൻസ് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഹെയർ ഫോൾ ഉണ്ടാവാം, പിന്നെ നമ്മളെ സ്കാൽപ്പ് നല്ല ഹൈജീൻ അല്ലെങ്കിൽ ഹെയർ ഫോൾ ഉണ്ടാവാം. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഫുഡിലൂടെ എങ്ങനെ അതിനാവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് കൊടുക്കാം എന്നുള്ളതാണ്. ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞായിരുന്നു, ഒന്ന് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യ്, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഇത്രത്തോളം ഹെയർ കൊഴിയാൻ സാധ്യതയുണ്ടെന്ന്. പക്ഷേ ഞാനത് കുറേ നാൾ മുഖവിലക്കെടുക്കാതെ നടന്നു. പിന്നെ എനിക്ക് തന്നെ ഭയങ്കര സങ്കടമാവും. ഇപ്പം നമ്മൾ ഹെയർ നോക്കുമ്പോൾ 100 മുടിയൊക്കെ ഡെയിലി ഇങ്ങനെ കൊഴിഞ്ഞു പോകും. അപ്പോൾ ഭയങ്കര സങ്കടമാവും. അങ്ങനെയാണ് ഞാൻ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് 40 വേണം, പക്ഷേ എനിക്ക് 6 ഉള്ളൂ. അതായത് നല്ല കുറവാണ്. അങ്ങനെ വൈറ്റമിൻ ഡി ടാബ്ലറ്റും ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഒരുവിധം ഓക്കെ ആക്കി വന്നു. ഈ മെഡിസിനൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ഓക്കെ ആവും. പിന്നെ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വീണ്ടും എനിക്ക് ഹെയർ ഫോൾ ഉണ്ടാവും. അങ്ങനെയാണ് ഞാൻ പിന്നെ ഈ ഒരു ടിപ്സ് ട്രൈ ചെയ്ത് നോക്കിയത്. ഇപ്പോൾ അത് വലിയ കുഴപ്പമില്ല, നമുക്കൊരു 10 ഹെയർ അങ്ങനെയൊക്കെ നമുക്ക് പോകുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാനിത് നിങ്ങളുമായിട്ട് കൂടെ ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ കഴിക്കാൻ പറ്റും ഇത്. പിന്നെ വാട്ടറിൻ്റെ അളവ് നമ്മളെ ശരീരത്തിൽ കുറവാണെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. അപ്പോൾ അതും നമ്മളെ ഹെയർ ഫോളിനെ ബാധിക്കും. നമ്മളെ സ്കാൽപ്പ് നല്ല ഹൈജീൻ അല്ലെങ്കിൽ, അതായത് ആഴ്ചയിലൊരിക്കൽ ഹെയർ വാഷ്, അതായത് ഷാമ്പു ഇട്ട് ഹെയർ വാഷ് ചെയ്തില്ലെങ്കിലും നമുക്ക് താരനൊക്കെ ഉണ്ടായിട്ട് ഹെയർ ഫോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതെ, ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യേണ്ട കാര്യമില്ല എന്ന്. പക്ഷേ ഞാൻ അങ്ങനെ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കി. അതായത് 1.5 വിട്ട് ഹെയർ വാഷ് ചെയ്ത് നോക്കി. അപ്പോൾ മുന്നത്തെ കാലം ഹെയർ ഫോൾ കൂടെയാണ് എനിക്ക് ചെയ്തത്. അതായത് നമ്മൾ കുഞ്ഞിലെ മുതലേ ശീലിച്ച് വന്നത് ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നതാണല്ലോ. പെട്ടെന്ന് അതിൽ നിന്നൊരു മാറ്റം വരുമ്പോൾ നമ്മൾ ഹെയർ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമുക്കത് ഒട്ടും എനിക്ക് മേച്ചല്ലാത്തതുപോലെ തോന്നിയിട്ടുണ്ട്. നമ്മൾ പുറമേ ഹെയറിൽ എത്ര തന്നെ പാക്കൊക്കെ അപ്ലൈ ചെയ്താലും നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻസ് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹെയർ ഫോൾ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യുന്നതിനായിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് ഫുഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് നെയ്യ് അതിലൊഴിക്കാം. ഇതിലൊഴിക്കുന്ന നെയ്യ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്. ശുദ്ധമായ നെയ്യ് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇത് നട്ട്സിൻ്റെ ഒരു മിക്സാണ്. അതായത് ഏതാണ്ടുള്ള എല്ലാ നട്ട്സും അതിൽ ഉൾപ്പെട്ട് വരുന്നതാണ്. പിന്നെ ഇതിൽ ഹണി വേണം, ഡേറ്റ്സും കൂടെ വേണേ. ആദ്യം തന്നെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഗീ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഈ നട്ട്സിൻ്റെ മിക്സ് അതിൽ തട്ടി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതിൽ പിസ്തയുണ്ട്, അതിൻ്റെ ഷെല്ല് കളഞ്ഞിട്ട് വേണം ഇടാനായിട്ട്. എന്നിട്ട് ഇതിനെ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഈ കാണുന്ന പരുവത്തിൽ നന്നായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം ഡേറ്റ്സും ഇതുപോലെ തന്നെ ഈ രൂപത്തിൽ അരച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് ഹണി, അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇതിൽ ഓൾറെഡി ഇനിപ്പുണ്ട്, നിങ്ങൾക്ക് കൂടുതൽ ആ ഒരു മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഹണിയുടെ ആഡ് ചെയ്യാം. ഞങ്ങളിവിടെ ജോയിൻറ്റ് ഫാമിലിയാണ്. ഇതിൻ്റെ ആ ഒരു നല്ല നെയ്യുടെയൊക്കെ മണം കേട്ടിട്ട് കുറച്ച് കുട്ടിപ്പട്ടാളങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ അവരുടെ തമാശകളും ട്രോളും ഒക്കെ കേട്ടിട്ട് എല്ലാവരുമായിട്ട് ചേർന്ന് നട്ട്സ് ബോൾ ഞങ്ങൾ ഒരുമിച്ചുണ്ടാക്കിയാണേ. കൺമണിക്ക് ബോൾസ് ആക്കണ്ട, അതിന് മുമ്പേ വേണമെന്ന് പറഞ്ഞിട്ട് അതിനടുത്ത് തന്നെ കാത്തിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ തമാശകൾ കുറച്ച് കേൾക്കാവേ. കുറച്ച് ഞാൻ ഉണ്ടാക്കണല്ലേ, ഇത് അപ്പുറത്തൊക്കെ കഴിക്കണം, അല്ല അപ്പുറത്തൊക്കെ ഓരോന്ന് കൊടുക്കണം. ഓരോന്ന് വെച്ചാൽ ഒരെണ്ണം 2 ഡിവൈഡ് ചെയ്തൊക്കെ എടുത്തോണം. അത് നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഇത് പിന്നെ ഫ്ലോപ്പാണ്, കൊതിയിട്ടല്ലേ.
ഞാൻ പോയി കമന്റ് ഇടും അവിടെ പോയി. നമുക്ക് കൂടെ ഉണ്ട് എന്നിട്ട് ഒരു പീസ് പോലും തന്നില്ല. കുറച്ച് തന്നിട്ടെന്ന് പറയാം. എനിക്കിത് പുറത്ത് തന്നെ. ഇതാണ് ഗേസ് എന്നോട് ഉണ്ടായിരുന്ന കൊതിച്ചുകൾ. അങ്ങനെ നമ്മുടെ നട്ട്സ് ബോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊരു ബോട്ടിലാക്കി വെച്ചിരുന്നാൽ മതി. ഹസ്ബൻഡും മക്കളും ഒക്കെ അവർക്കും ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ അവരും എടുത്ത് കഴിക്കട്ടെ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.